ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ ഡിഷാണ്. പുഡിംഗ് കേക്കാണ് ഞാനിവിടെ കാണിക്കുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 5 പീസ് ബ്രെഡ് വേണം, 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 4 എഗ്ഗ്. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള എഗ്ഗ് ഒരു ബൗളിലേക്ക് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്തൊന്ന് കലക്കിയെടുക്കണം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1/2 കപ്പ് പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് വേണമെന്നുള്ളവർക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു സാധാരണ നോർമൽ മധുരം ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പാല് നേരത്തെ തിളപ്പിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ഇതിനകത്തേക്ക് ചേർത്തതാണ്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന ഒരു ബൗളിലേക്ക് മാറ്റണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് അലൂമിനിയത്തിൻ്റെ ഏതെങ്കിലും ഒരു പാത്രം, അതല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒരു ബൗൾ എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഇങ്ങനത്തെ ഒരു കേക്ക് ടിന്ന് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 പീസ് ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. 2-3 ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 പീസ് ഇടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം അടിഭാഗമൊക്കെ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള എഗ്ഗും മിൽക്കും കൂടെ ഉള്ള മിക്സ് ഒന്ന് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ നമ്മൾ ഇപ്പോൾ മുറിച്ചിട്ടിട്ടുള്ള ഈ ബ്രെഡിൻ്റെ പീസ് ഒന്ന് ലെവലായിട്ട് മൂടുന്നവരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു 2 പീസ് ബ്രെഡ് കൂടെ നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒന്നാകെ മുറിച്ചിട്ടിട്ട് ഒഴിച്ചു കൊടുക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ ബ്രെഡ് പീസസിലും എത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ മുഴുവനായിട്ടും മുറിച്ചിട്ടിട്ട് ഒഴിക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഴുവൻ ബ്രെഡ് പീസ് മുറിച്ചതിന് ശേഷം ഇതൊന്നാകെ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് ബാക്കിയുള്ള മിക്സ് കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഞാൻ മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ ഒരു സ്റ്റീമർ നേരത്തെ തന്നെ വെള്ളമൊക്കെ വെച്ച് തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പാത്രത്തിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു 1/2 മണിക്കൂർ നേരം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് 1/2 മണിക്കൂർ സ്റ്റീം ചെയ്തെടുക്കുന്നത്. സ്റ്റീമർ ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്, വെള്ളമൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വെച്ചിട്ട് 1/2 മണിക്കൂർ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സ്റ്റീം ചെയ്തെടുക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് വെള്ളം പുറത്തേക്ക് കളയണം. ഇതിൻ്റെ അടപ്പിൻ്റെ മുകളിൽ വെള്ളം നീരാവി വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കളഞ്ഞിട്ടില്ലെങ്കിൽ ഇത് മുഴുവൻ ഈ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് വീഴും. അപ്പോൾ ഞാനിവിടെ ഇത് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം നല്ലതുപോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് റൂം ടെമ്പറേച്ചറിൽ എത്തുന്നത് വരെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിലൊന്നും വെച്ച് തണുപ്പിക്കേണ്ട, സാധാരണ റൂം ടെമ്പറേച്ചറിൽ എത്തിയാലും മതി. അതിന് ശേഷമാണ് നമ്മളിത് കേക്ക് ആക്കുന്നത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്കിത് സൈഡൊക്കെ ഒന്ന് വിടർത്തിയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാം. ഇതിപ്പോൾ യമ്മി ബ്രെഡ് പുഡിംഗ് ആയിട്ടുണ്ട്. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ കാണിക്കാം. ആ രീതിയിൽ നമുക്കിതൊന്ന് കേക്കാക്കി മാറ്റിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു ദോശ തവയിലേക്കൊന്ന് മറിച്ചിടുകയാണ്.
അതിന് ശേഷം നമുക്കിതൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഷാലോ ഫ്രൈ ചെയ്യാം 2 വശം ഒന്ന്. ഇനി ഇത് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് 2 വശം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി 2 വശം. 2-3 മിനിറ്റ് മാത്രം ഒന്ന് 2 വശം ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ അത്രയും സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു വശം ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. പെട്ടെന്ന് ഇത് കുറച്ച് ലൂസായതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരു ചട്ടുകമൊന്നും വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് മറിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്ലേറ്റിനകത്തേക്ക് മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗത്ത് 1 ടീസ്പൂൺ ഇതുപോലെ നെയ്യ് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ യമ്മി പുഡിംഗ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്ന് തന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വരുന്ന റംസാനിന് എല്ലാവർക്കും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.